മദീന പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി മടങ്ങിട്ട് എന്റെ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന ഭാര്യ ഇല്ലാതെ കരഞ്ഞു തളർന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ചാലിട്ട് കവിൾത്തടത്തിലൂടെ ഒഴുകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എന്താണ് കരയാനുണ്ടായ കാരണമെന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ ذكرت النار فبكيت يا رسول الله. നരകത്തെ ഞാൻ ഓർത്തപ്പോൾ അറിയാതെ എന്റെ നയനങ്ങളെ സതിലങ്ങളായതാണ്, അറിയാതെ ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കവിൾത്തടത്തിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ തുടച്ചു കൊടുക്കുകയാ. നിസാലത്തിന്റെ വിരൽ കൊണ്ട് റസൂലുള്ള തുടച്ചു മാറ്റി കൊടുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ നബിയേ, നാളെ പരലോകത്ത് അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ നബിയേ? നാളെ പരലോകത്ത് അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാ ചോദിക്കുന്നത്. പ്രവാചകനോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവള്, എന്റെ സഹോദരിമാരെ, മഹ്ശറയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നരകത്തെ പറ്റിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, സ്വർഗത്തെ പറ്റിയിട്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട്. എന്റെ സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പരലോകത്ത് വരുമ്പോൾ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങയുടെ കുടുംബത്തെ അങ്ങ് ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ മൂന്ന് സന്ദർഭങ്ങളിൽ ആരും നാളെ പരലോകത്ത് എത്ര സ്നേഹമുള്ളവരായിരുന്നാലും ഓർക്കില്ല മോളെ. ഇന്ന് ഭാര്യ കരയുമ്പോൾ കണ്ണീരൊപ്പാന ഭർത്താവുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട ഭർത്താവിനെന്ന് വിഷമം എന്ന് കരഞ്ഞു പോയാൽ ആ ഭർത്താവിന്റെ കണ്ണീരൊപ്പ ഇന്ന് ഭാര്യമാരുണ്ടല്ലോ, പൊന്നുമക്കളെന്ന് കരഞ്ഞു പോയാ ആ പൊന്നുമക്കളെ കണ്ണീരൊപ്പാൻ ഇന്ന് മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ കരഞ്ഞു പോയാൽ കണ്ണീര് തുടച്ചു കൊടുക്ക ഇന്ന് മക്കളുണ്ടല്ലോ. പക്ഷേ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ചാൻ മുകളിൽ കത്തിച്ചൊലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുറ്ററ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ ഓരോരുത്തരും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ ആരൊക്കെയാ നെട്ടോട്ടമോടുക? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് കൈപിടിച്ചു വരച്ച കടന്നു വന്ന 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് പോലെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാ. പിന്നെയാണോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെയും നിങ്ങളുടെയും അവസ്ഥ? ഓരോ പ്രവാചകന്മാർ സുരക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോ യൗമയദൂ ആദമുന വഅംബിയാ നഫ്സി നഫ്സി നഫ്സ നഫ്സാ നഫ്സിയാ നബി തൊട്ടെണ്ണിയിട്ട് ഈസ നബി വരെയില്ല 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാര് അവരുടെ ഗതി എന്താകുമെന്ന് അറിയാതെ നെട്ടോട്ടമോടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എവിടെയാണ് ഇടപെടുന്നത്? ഇന്ന് മഹ്ശറയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു വലിയൊരു സമ്മേളനമാണ്, വലിയൊരു സംഗമമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുകയാ. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പിറന്നരെങ്ങനാണ് അതുപോലെയാണ് നാളെ നിൽക്കുക, പിറന്നരെങ്ങനാണ് അതുപോലെയാണ് നാളെ നമ്മൾ മഹ്ശറയിൽ വരിക. ഒരു നൂലുബന്ധം പോലും ഇല്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ പ്രവാചകരെ, ആ മൂലബന്ധം പോലും ഇല്ലാതെ എല്ലാവരും മഹ്ശറയിൽ കടന്നു വരുമ്പോ പരസ്പരം ഔറത്ത് കാണില്ല നബിയേ, പരസ്പരം ഔറത്ത് കാണില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ, അവിടെ ഔറത്തിലേക്ക് നോക്കാൻ അവർക്ക് സമയമില്ല. അവര് വല്ലാത്ത ഭീകരഭീതിയിലാണ്, വല്ലാത്ത ഭീകരമായ അവസ്ഥയിലാണ്. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ എല്ലാവരും എത്തപ്പെടുകയാ. ലോകത്തിന്റെ ഏത് കോണിൽ അടക്കപ്പെട്ടവരായിരുന്നാൽ, എവിടെ അടക്കം ചെയ്യപ്പെട്ടവരായിരുന്നാലും മഹ്ശറയിൽ അല്ലാഹുവിന്റെ മഹ്ശറ എന്ന വനസഭയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ മഹ്ശറയിലോട്ട് കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ.
നാളെ എല്ലാവരും സംഗമമായിട്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഒരുമിച്ച് കൂടുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ എല്ലാവരും എത്തപ്പെട്ടെന്ന് മനസ്സിലാക്കിയ എന്റെ പ്രിയമുള്ളവരെ, കുഞ്ഞുകുളം മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ പേര് ഇവിടെ പങ്കെടുത്തിട്ടില്ല, എത്രയോ പേര് ഇവിടെ ഹാജരായിട്ടില്ല. എന്നാൽ സംഘാടകർ എണ്ണി നോക്കിയിട്ടുണ്ടോ? ഇല്ല. ജമാഅത്തിന്റെ പ്രിയപ്പെട്ട മഹല്ലിന്റെ ഭാരവാഹികളോ മഹല്ലിന്റെ ഖതീബോ ജുമാ നമസ്കാരത്തിന് വരുന്നവരെ എണ്ണി നോക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ ഫംഗ്ഷൻ ആയിരുന്നാൽ, എത്ര വലിയ പരിപാടിയായിരുന്നാൽ, എത്ര നിർബന്ധ സാഹചര്യത്തിൽ പോകേണ്ട പരിപാടികളായിരുന്നാൽ അത് സംഘടിപ്പിച്ചവർ എണ്ണി നോക്കാറില്ല. ആരൊക്കെയാണ് പങ്കെടുത്തത്, ആരൊക്കെയാ എത്താത്തത്, ഒരാളും എണ്ണി നോക്കില്ലല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ മഹ്ശറയുടെ ഗതിയല്ല. എന്റെ പെങ്ങളെ മനസ്സിലാക്കിക്കോ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ, ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. അല്ലാഹു എല്ലാവരെയും എണ്ണി നോക്കുകയാ, അല്ലാഹു എല്ലാവരെയും എണ്ണി നോക്കുകയാ. എല്ലാവരും എത്തപ്പെട്ടോ എന്ന് പടച്ചതമ്പുരാനെന്ന് എണ്ണി നോക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കും, പടച്ചോന് എണ്ണാതെ മനസ്സിലാക്കിക്കൂടെ? അല്ലാഹ്ക്കറിയാം, പക്ഷേ മാനവലോകം മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് പടച്ചതമ്പുരാന് മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എല്ലാവരും എത്തിയോ എന്ന് എണ്ണി നോക്കുകയാണ്. എല്ലാവരും എത്തപ്പെട്ടു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ, വജാ റബ്ബുക, പടച്ചതമ്പുരാൻ ഹാജരാവുകയാ, അല്ലാഹു ഇലാ ഹാജരാവുകയാ. ഏതൊരു തമ്പുരാന് വേണ്ടിയിട്ടാണോ നമ്മൾ നമസ്കരിച്ചത്, ഏതൊരു തമ്പുരാന് വേണ്ടിയിട്ടാണോ നമ്മൾ പകൽ മുതൽ രാത്രി വരെ നമ്മൾ പട്ടിണി കിടന്നത്, ഏതൊരു തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണോ ഈ പാതിരാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഏതൊരു തമ്പുരാന് വേണ്ടിയിട്ടാണോ നമ്മുടെ ശരീരവും നമ്മുടെ രക്തവും നമ്മൾ കൊടുക്കോ പ്രതിജ്ഞയെടുത്തത്, ആ പടച്ച തമ്പുരാനുണ്ടല്ലോ. ഇന്നവരെ ആരെ കാണാത്ത അള്ളയുണ്ടല്ലോ. ദുനിയാവിൽ ഒരാൾ പോലെ കണ്ടിട്ടില്ല, ഒരാൾക്ക് പോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാന്റെ പ്രവാചകന് മാത്രമാ കണ്ടിട്ടുള്ളത്. അത് ദുനിയാവിൽ വെച്ചല്ലോ, അത് പടച്ചോന്റെ സംവിധാനത്തിലേക്ക് അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോയല്ലേ കാണിച്ചു കൊടുത്തത്. ദുനിയാവിൽ ഒരാൾ പോലെ കണ്ടിട്ടില്ല. ഇന്ന് പടച്ചോനെ നമ്മൾ കാണാൻ പോവുകയാ. എല്ലാവരും അതാ മഹ്ശറയിൽ ഒരുമിച്ച് കൂടി അള്ളാഹു ഹാജരാവുകയാ, പടച്ചോനെ ഹാജരാവുകയാ. മാത്രമല്ല, നമ്മൾ ഒരാൾ പോലും മാറിപ്പോകാതിരിക്കാൻ ഒരു ചെറിയ പരിപാടി സംഘടിപ്പിക്കുമ്പോ പോലും വാളണ്ടിയർമാര് 4 ഭാഗത്ത് നിലനിൽക്കാറുണ്ടല്ലോ. ഒരാൾ പോലും പുറത്തേക്ക് പോകാൻ പാടില്ല. എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുത്തു. അതുപോലെ അല്ലാഹുവിന്റെ മഹ്ശറയില് ആരാ വാളണ്ടിയർമാരെന്നറിയോ, ആരാ നമ്മളെ വലയം ചെയ്തിരിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വൽ മലകു സഫൻ സഫാ, വൽ മലകു സഫൻ സഫാ. അല്ലാഹുവിന്റെ മാലാഖമാരാ നിരന്ന് നിൽക്കുകയാ, അല്ലാഹുവിന്റെ മാലാഖമാര് നിരന്ന് നിൽക്കുകയാ. പടച്ചോനെ ഹാജരായി മാലാഖമാര് നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുകയാ. ആ സന്ദർഭത്തിൽ ആ നരകത്തെ അല്ലാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവരിക. അല്ലാഹുവിന്റെ കട്ടിക്കാളുന്ന നരകത്തെ ആരാ കൊണ്ടുവരികയാ? ഇന്നുവരെ നരകത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ മോളെ? ഇന്നുവരെ നരകത്തെ പറ്റി ഓട്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? അഭിനവ കാലഘട്ടത്തിൽ മുസ്ലിം ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താ? നരകത്തെ പറ്റി ഓർക്കാൻ അവന് സമയമില്ല. ഇന്നത്തെ പെണ്ണിന് നരകത്തെ പറ്റി ചിന്തിക്കാൻ സമയമില്ല. നരകത്തെ പറ്റി പറയുമ്പോൾ ആരാ കരയുക? പറയുന്നവര് കരയില്ലല്ലോ, കേൾക്കുന്നവര് കരയില്ലല്ലോ. നരകത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന നരകത്തെ ആരാ കൊണ്ടുവരികയാ? എങ്ങനോ നരകത്തെ കൊണ്ടുവരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 70,000 മാലാഖമാര്, 70,000 മാലാഖമാര്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തെ എങ്ങനാ കൊണ്ടുവരിക? 70,000 ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ടല്ലേ നരകത്തെ കൊണ്ടുവരിക. 70,000 ചങ്ങല കൊണ്ട് ബന്ധിച്ചാ നരകത്തെ കൊണ്ടുവരിക. ഏത് നരകമാണ് മോളെ? നരകത്തിലുണ്ടേ ആഴവേറിയ കുണ്ടുകൾ, വിഷമോട്ട പാമ്പതിലുണ്ട് ഉഗ്രന ടേളുകൾ. അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തെ ആരാ കൊണ്ടുവരികയാ? 70,000 ചങ്ങലകൾ
ബന്ധിച്ചുകൊണ്ട് ആ നരകത്തെ കൊണ്ടുവരിക. ഓരോ ചങ്ങലയിൽ ആരാ പിടിച്ചിരിക്കുന്നതെന്നറിയോ? 70,000 മാലാഖമാരല്ലേ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന തലമറക്കാത്ത പെണ്ണ്, സീരിയലിന്റെ മുമ്പിൽ പെട്ടുകിടക്കുന്ന പെണ്ണ്, ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണ്, പരദൂഷണത്തിന്റെ ഏസനയുടെ അപവാദത്തിന്റെ കെട്ടുപൊട്ടിക്കുന്ന യുവാക്കള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നാളെ നീ ചെന്ന് കിടക്കാനുള്ള നരകമുണ്ടല്ലോ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് നന്ദിയില്ലാതെ പടച്ചോരാകാശത്തിലോ ഭൂമിക്ക് മുകളിലോ അവന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ചുകൊണ്ട് നന്ദിയേട് കാണിക്കുന്ന മുസ്ലിമേ, നന്ദികാട് കാണിക്കുന്ന മുസ്ലിമേ, നാളെ നീ ചെന്ന് കിടക്കേണ്ട നരകത്തെ കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയോ? നരകത്തെ കൊണ്ടുവരുന്ന 70,000 ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ഓരോ ചങ്ങലയിൽ പിടിക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 70,000 മലക്കുകളാ. ഒന്ന് കണക്ക് കൂട്ടി നോക്കാൻ കഴിയോ? ഒന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയോ? അങ്ങനെ ഓരോ ചങ്ങലയിൽ 70,000 മലക്കുകൾ പിടിച്ച് അങ്ങനെ 70,000 ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവരികയാ. അവനെ മഹ്ശറയിൽ നിൽക്കുകയാ. മഹ്ശറയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവര്, അവനെ മുന്നിലോട്ട് നോക്കുമ്പോ അവന്റെ മുമ്പിലരാ കത്തിക്കാളുന്ന നരകമാണ്. കത്തിക്കാളുന്ന നരകമാണ് അവന്റെ മുമ്പിലുള്ളത്. വലതുഭാഗത്തേക്ക് അവനെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നവന്റെ വലതുഭാഗത്ത് അവനെ ചെയ്ത നന്മകൾ മാത്രമാ, ഇടതുഭാഗത്ത് അവൻ ചെയ്ത തിന്മകൾ മാത്രമാണ്, വലതും ഇടതും അവന് ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ്. മുമ്പിലോട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവന്റെ മുമ്പിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന നരകമാണ്, നരകമാണ്. ഒന്ന് ചൂട് സഹിക്കാൻ കഴിയാത്ത എന്റെ പെങ്ങളോട് പറയുകയാ, ചൂട് സമയമാകുമ്പോൾ ഒന്ന് ചൂട് പോലെ സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മോളെ, രാത്രി എങ്ങാനും കറണ്ട് പോയാ, കറണ്ട് പോകുന്ന പാതിരാത്രി വീശറി കൊണ്ട് വീശി വീശി നേരം വെളുപ്പിക്കുന്ന പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഈ നരകത്തെ അങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാ പടച്ചോനെ ഹാജരായി എല്ലാവരും മഹ്ശറയിലെത്തി. 4 ഭാഗത്ത് മലക്കുകൾ വന്നു. അല്ലാഹുവിന്റെ നരകവും ഇതാ കൊണ്ടുവരികയാണ്. ആ സന്ദർഭത്തിലൊന്ന് നോക്കണം, എങ്ങനാ നമ്മുടെ നിൽപ്പെന്നറിയോ?